ഇത്രേ ഉള്ളൂ. നല്ല മൂവിയാ, നല്ല മൂവി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി സിനിമയാണ്. നമ്മുടെ സ്വരാജ് വെഞ്ഞാറമൂടാണ്. സ്വരാജ് വെഞ്ഞാറമൂട് ഇതിനകത്ത് നല്ലൊരു വേഷം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പിന്നെ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ +2 കോളേജ് കാലഘട്ടമാണ് അവതരിപ്പിക്കുന്നത്. മൂന്നാല് പിന്നെ പ്രണയം, മൂന്നാല് ഹീറോയിനൊക്കെ ഉണ്ട്. അത് അവസാനം ഒരു സക്സസിലേക്ക് വരുന്നതാണ്, ഒരു ഹീറോയിനെ സക്സസിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഇത് തമിഴ് സിനിമയാണ്. കോമഡിയും അതേപോലെ ഫാമിലി ഇമോഷണൽ കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ഫാമിലി കുട്ടികളുടെ ഒരു സിനിമയാണ്. കുട്ടികളുടെ പേരൻസിനൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി പടമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് അടിപൊളി പടം. യൂത്ത് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക്, പിന്നെ കോളേജ് പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി പടം. നല്ല ക്ലാസ് പടമാണ്, ഗംഭീര പടം, നല്ല ഇമോഷണലി ഫാമിലി മൂവിയാണ്. യൂത്തിന് കാണാം, എല്ലാവർക്കും കാണാൻ പറ്റിയ നല്ല പടമാണ്. അതെ, തീർച്ചയായും പാരന്റ്സ് കണ്ടിരിക്കണം, എല്ലാവരും പിള്ളേർ കാണണം, പാരന്റ്സ് കാണണം, അതുപോലെ കോളേജ് ആയിരിക്കും, എല്ലാവരും കണ്ടിരിക്കേണ്ട പടമാണ്. സുരേഷേട്ടൻ മലയാളത്തിൽ പോലും ഇങ്ങനെ പടം ചെയ്തിട്ട് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ പടമാണ്, നല്ല പടം. നന്നായിട്ട് വർക്കായിട്ടുണ്ട്. നല്ല രീതിയിൽ എല്ലാവരും കാസ്റ്റിംഗ് ഒക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നൊസ്റ്റാൾജിക് ഫീലിലോട്ട് വന്ന് പിന്നെ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. കോമഡി ഫസ്റ്റ് ഹാഫ് ഒക്കെ അടിപൊളി. ഫസ്റ്റ് ഹാഫ് നൈസായിട്ട് അതൊന്നും പറയാൻ അറിഞ്ഞൂടാ. പാട്ട് അടിപൊളി, കാസ്റ്റിംഗ് അടിപൊളി, ബ്രോ അടിപൊളി. എന്താണെന്ന് വെച്ചാൽ നമ്മള് ഒരു ചെറിയ പടമാണെന്നുണ്ടെങ്കിലും പക്ഷെ സോങ് കൊണ്ടായിക്കോട്ടെ, ഡയറക്ഷൻ ആയിക്കോട്ടെ, ആക്ടിങ് ആയിക്കോട്ടെ, അതേമാതിരി അതിലുള്ള എല്ലാവരും സുരാജ് ചേട്ടനൊക്കെ ഭംഗിയായിട്ട് ഇത്രയും നല്ല ഇതായിട്ട് നമ്മള് മലയാള പടത്തിലൊക്കെ ചിലപ്പോൾ ഇത്രയും നല്ല റോള് കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കാം. അത്രയും പെർഫോമൻസ് കൊണ്ട് അച്ഛനും അമ്മയും മോനും തകർത്ത് പൊളിച്ച് വാരിക്കൂട്ടി. ഇമോഷനേ ഉള്ളൂ. എന്താ വെച്ചാൽ നമുക്ക് ഒരു ക്യാമ്പസിലോട്ട് കയറിയിട്ട് വീട്ടിലോട്ട് വന്നാൽ എങ്ങനെ, പിന്നെ ഈ വീട്ടിൽ നിന്ന് നമ്മൾ ക്യാമ്പസിലോട്ട് പോകാനുള്ളൊരു ഒരു ആഗ്രഹമാതിരി തന്നെ പടം അത്രയും നാളുണ്ട്. പിന്നെ അൻഷിക അനിൽകുമാർ, അവളെ മറ്റേ അവള് അതില് നായകന്മാര് 3 നായകന്മാരൊക്കെ ഉണ്ട്. 3 നായകന്മാരും തകർത്തിട്ട്, പിന്നെ നമ്മളെല്ലാം മിക്ക പടങ്ങളും ഇല്ലേ തുടങ്ങിയോടന്ന് അവസാനിക്കുന്നിടത്ത് ആവില്ല അല്ലേ ഇപ്പൊ. പക്ഷെ ഇതങ്ങനല്ല, തുടങ്ങിയിട്ട് എവിടുന്ന് തുടങ്ങിയോ അവിടുന്ന് കൊടുത്തിട്ട് ലാസ്റ്റ് അത് അവസാനിക്കുന്നവരെ അത് ഭംഗിയായിട്ട് ഒരു ലാഗോ അങ്ങനെയുള്ള ഒരു ഇതുമില്ല. അതാണ് ഫൈറ്റ് ആയിക്കോട്ടെ, ഡാൻസ് ആയിക്കോട്ടെ, പെർഫോമൻസ് ഉണ്ട്. സത്യം ഞാനൊക്കെ കരഞ്ഞു പോയിട്ടോ സത്യം പറഞ്ഞാൽ. അത്ര അതിൻ്റെ ഉള്ളിൽ ചില സമയത്ത് ചങ്കിൻ്റെ ഉള്ളിലൊക്കെ കുടുങ്ങിയിരുന്നു. ഓരോ ഫീലിങ്ങുള്ള ഓരോ സീലുകളൊക്കെ കൊണ്ട് വന്നപ്പോഴേ അച്ഛനും അമ്മയും മകനും പാടുള്ള സംഭവങ്ങള്, സുരാജേട്ടനൊക്കെ അത് മകനാന്നുള്ളതിൽ കാണിക്കുന്ന സംഭവമുണ്ട്. ആ ലാസ്റ്റ് ഒരു സംഭവം അത് സസ്പെൻസ് ആണ്, അതെല്ലാവരും കാണണം കേട്ടോ. ക്ലൈമാക്സ്